ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടമാകുന്ന EP ചീസ് നൂഡിൽസ് ആണ്. നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ? ഇതിപ്പം ഞാൻ തയ്യാറാക്കുന്നത് EPയുടെ ആശീർവാദ് ആട്ട നൂഡിൽസ് വെച്ചിട്ടാണ്. ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് നമ്മുടെ നൂഡിൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനി നമുക്കൊന്ന് അടച്ചു വെക്കാം. നമുക്കൊന്ന് തിളച്ചൊന്ന് നോക്കാം. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് സിമ്മിലിട്ട് ഒന്ന് വേവിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അടച്ച് മാറ്റി വെക്കാം. അടുത്തതായി നമുക്കൊരു കടായി അടുപ്പിലേക്ക് വെക്കാം. കടായി ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം ഒന്ന് ബ്രൗണിഷ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് സ്റ്റൗവ് സിമ്മിലേക്ക് ഇടാം. എന്നിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വരട്ടെ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇടാം. ഇനി നമുക്ക് മസാല ഐറ്റംസ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് EP നൂഡിൽസ് കിട്ടുന്ന മസാല, അതിൻ്റെ ഒരു പാക്കറ്റാണ് ഞാനിവിടെ ഇടുന്നത്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ 2 മിനിറ്റ് ഒന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നൂഡിൽസ് വേവിച്ച് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ നൂഡിൽസിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, കാരണം മസാലയ്ക്കകത്ത് ഉപ്പുണ്ട്. അത് ഞങ്ങൾക്ക് പാകമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് നന്നായിട്ട് മസാലയൊക്കെ യോജിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്
മിൽക്കി മിസ്റ്റിന്റെ ചീസാണ്. 2 ക്യൂബ്സ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിന് മുകളിലേക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി നമുക്ക് സെർവ് ചെയ്യാം.